നമസ്കാരം. കൈരളി പീപ്പിൾ ടിവിയുടെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയായ പടക്കളത്തിലേക്ക് സ്വാഗതം. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലാണ് ഇന്ന് പടക്കളം എത്തി നിൽക്കുന്നത്. വല്ലാത്ത ചൂടാണ് പാലക്കാടൻ കാറ്റിന്. പക്ഷേ അതിനേക്കാൾ ചൂടാണ് പാലക്കാടിന്റെ രാഷ്ട്രീയ കാറ്റിന്. ഏതായാലും വലിയ മത്സരത്തിനാണ് ഇവിടെ കളമൊരുങ്ങുന്നത്. അതിന്റെ അർത്ഥം വലിയ ഒട്ടേറെ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തൊക്കെ വിഷയങ്ങളാണ് പാലക്കാട് ചർച്ച ചെയ്യുന്നത്, അതാണ് പടക്കളം പരിശോധിക്കുന്നത്. അക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനു വേണ്ടി മൂന്ന് മുന്നണികളെയും പ്രതിനിധീകരിച്ച് മൂന്ന് അതിഥികൾ നമ്മോടൊപ്പമുണ്ട്. അവർ അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കും. ഒപ്പം ചോദ്യങ്ങൾ ചോദിക്കാനും അവരോട് ഉത്തരം തേടുന്നതിനുമായി പാലക്കാട്ടെ വോട്ടർമാരും എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് അതിഥികളെ പരിചയപ്പെടാം. എൻ്റെ അടുത്ത് ഉള്ളത് UDF പ്രതിനിധിയാണ്. അദ്ദേഹം TY ഷിഹാബുദ്ദീൻ DCC ജനറൽ സെക്രട്ടറിയാണ്. NDA പ്രതിനിധീകരിച്ചെത്തിയിരിക്കുന്നത് യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറി EP നന്ദകുമാർ. ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ചെത്തിയിരിക്കുന്നത് CPM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K പ്രേംകുമാർ. നമുക്ക് നമ്മുടെ ചടങ്ങിലേക്ക് കടക്കാം. ഏതായാലും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ വോട്ടർമാരോട് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ, അല്ലെങ്കിൽ എന്തിന് നിങ്ങൾ പറയുന്ന സ്ഥാനാർത്ഥിക്ക് നിങ്ങളുടെ മുന്നണിക്ക് പാലക്കാട്ടെ വോട്ടർമാർ എന്തുകൊണ്ട് വോട്ട് ചെയ്യണം? ആദ്യം UDFിലേക്ക്. ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ആര് ജയിക്കണം അല്ലെങ്കിൽ ആര് തോൽക്കണം എന്ന് തീരുമാനിക്കുന്നതിനപ്പുറം നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളായ മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കുന്ന ഒരു ഇന്ത്യ, ആ ഇന്ത്യയെ സംരക്ഷിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയ വീക്ഷണത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിനെ കാണുവാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലൊരു ദേശീയ വീക്ഷണത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോൾ ദേശീയ തലത്തിൽ നമുക്കറിയാം രണ്ട് ചേരിയായി ഇന്ത്യയുടെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതിൽ RSS ഉയർത്തുന്ന ഭീഷണിയെ എതിർക്കുന്നതിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ദേശീയ കാഴ്ചപ്പാടോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾ വിധി എഴുതും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ അത്തരത്തിലൊരു ദേശീയ കാഴ്ചപ്പാടോടുകൂടി വരുമ്പോൾ കഴിഞ്ഞ 5 വർഷമായി നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് 2014 തിരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക രംഗം തകർത്തു, നമ്മുടെ മേഖലയിൽ കാർഷിക മേഖല തകർത്തു, ചെറുകിട വ്യവസായങ്ങൾ തകർത്തു. എല്ലാ മേഖലയിലും തിരിച്ചടി കൊണ്ടാണ് നമ്മുടെ രാജ്യ സുരക്ഷ പോലും അപകടത്തിലാകുന്ന രീതിയിൽ, രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾ പോലും തീവ്രവാദികൾ ആക്രമിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യ സുരക്ഷ പോലും അപകടത്തിലായിരിക്കുന്നു. രാജ്യത്തിൻ്റെ ഭരണാധികാരികളാണെങ്കിലോ അഴിമതിയുടെ ആഴക്കടലിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിൽ രാജ്യത്ത് ജനങ്ങളുടെ നിഷ്പക്ഷമായ നിഷ്കളങ്കരായ ജനതയുടെ മതവിശ്വാസത്തെയും ദേശസ്നേഹത്തെയും ചൂഷണം ചെയ്തുകൊണ്ട് തങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം മറക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയെ തറപറ്റിക്കാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അനുകൂലമായൊരു വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തേക്ക് നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന രണ്ട് ദുരന്തം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ധരിച്ചു വച്ചിരിക്കുന്നത് ഈ രണ്ടാളുകൾക്കും മറ്റാർക്കും ഇല്ലാത്ത എന്തൊക്കെയോ അമാനുഷികമായ കഴിവുകളുണ്ട്, വലിയ മഹാന്മാരാണ് തങ്ങളെന്ന് ഇവർ ധരിച്ചു വെക്കുന്നു. അങ്ങനെ ധരിച്ചു വെക്കുന്നതെന്ന് മാത്രമല്ല, ഈ ധാരണ നാട്ടിലെ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ കാണിച്ച കോപ്രായങ്ങൾ അത് നമ്മുടെ നാടിൻ്റെ വിശ്വാസങ്ങളെ തകർക്കുന്ന രീതിയിലേക്ക്, നമ്മുടെ നാടിൻ്റെ സാംസ്കാരികമായ പുരോഗതിയെ തകർക്കുന്ന രീതിയിലേക്ക്, ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നവോത്ഥാനം പ്രസംഗിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഏറ്റവും അടിസ്ഥാനമായ അവകാശമായ ജീവിക്കാനുള്ള അവകാശം പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ നിഷേധിക്കുകയും ചെയ്യുന്ന സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രത്യേകിച്ചും CPM കൈക്കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇതെല്ലാം ചർച്ചയാവണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. 2014 തിരഞ്ഞെടുത്ത നരേന്ദ്രമോദി സർക്കാർ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം പറയാൻ ഒന്നോ രണ്ടോ വിഷയങ്ങളോ ഒന്നോ രണ്ടോ നേട്ടങ്ങളെ ഉണ്ടാവുള്ളൂ. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം ഒട്ടനവധി നേട്ടങ്ങളുടെ പട്ടികയുമായാണ് നരേന്ദ്രമോദി സർക്കാർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് ഏത് വിഷയത്തിലായാലും എല്ലാ കാര്യങ്ങളിലും സുസ്ഥിര ഭരണം കാഴ്ചവെച്ചുകൊണ്ട്, ശക്തമായ ഭരണം കാഴ്ചവെച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും സാധാരണക്കാരൻ്റെ
വീടിന് മുമ്പിൽ സാധാരണക്കാരന്റെ കൈകളിൽ എല്ലാവിധ തരത്തിലും വികസനം എത്തിച്ച ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. അത് കഴിഞ്ഞ ഒരുപാട് വർഷക്കാലം 6 പതിറ്റാണ്ടിലേറെ ഇന്ത്യ ഭരിച്ച ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഇതൊരു മാറ്റമായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ഇന്ത്യയിലുണ്ടായിരുന്നത് ഒരു മാറ്റമാണ്. ആ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്ക് എത്തും. സംസ്ഥാനത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ കേരള സംസ്ഥാനത്ത് ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വലിയ വിഷയം കേരളത്തിൽ ആർക്കാണ് കേരളത്തിലെ ജനത വോട്ട് ചെയ്യേണ്ടതെന്നാണ്. കോൺഗ്രസിന് വോട്ട് ചെയ്താലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്താലും ഇടതുപക്ഷത്തിൻ്റെ ഒപ്പമായാലും വലതുപക്ഷത്തിൻ്റെ ഒപ്പമായാലും അത് പോകുന്നത് ഒരേ പാത്രത്തിലേക്കായതുകൊണ്ട് ആരുടെ ഒപ്പം നിൽക്കണമെന്ന് വലിയൊരു ഘടകമായിട്ടാണ് ഇന്ന് കേരള ജനത നോക്കിക്കാണുന്നത്. കേരള ജനതയുടെ സമൂഹത്തിൻ്റെ വിശ്വാസികളുടെ മുഴുവൻ നെഞ്ചിൽ വലിയൊരു കനൽക്കാറ്റായിട്ടാണ് പിണറായി വിജയൻ സർക്കാർ ഈ കാലം അത്രയും കേരളം ഭരിച്ചത്. ഇന്ന് നമ്മൾ പാലക്കാട് മണ്ഡലത്തേക്ക് കിടക്കുകയാണെങ്കിൽ പാലക്കാട് മണ്ഡലത്തിൽ വലിയ അമ്പെ പരാജയപ്പെട്ട ഒരു MP കഴിഞ്ഞ രണ്ട് ടേം അദ്ദേഹം പൂർത്തിയാക്കി. എന്ത് എടുത്തു പറയത്തക്ക എന്ത് വികസനമാണ് അദ്ദേഹം പറയാനുള്ളത്? ഒട്ടനവധി അദ്ദേഹം വരെ ചില ലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ആ ലിസ്റ്റ് അല്ലാതെ എടുത്തു പറയത്തക്ക എന്ത് വികസനം നടത്തി? ഇവിടെ സാധാരണക്കാരന് വേണ്ടി എന്താണ് MP എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്തായിരുന്നു? കേന്ദ്ര അല്ലെങ്കിൽ പാർലമെന്റിൽ പോയി ഒട്ടനവധി ചോദ്യം ചോദിച്ചു എന്ന ക്രെഡിറ്റ് ആണെങ്കിൽ ആ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുക്കാം. എന്നാൽ സാധാരണക്കാരന്റെ മുമ്പിൽ അദ്ദേഹത്തിന് എന്ത് ക്രെഡിറ്റാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്? അതുതന്നെയാണ് നരേന്ദ്രമോദിയും NDA സർക്കാരും ഈ കേരളത്തിന്റെ മുമ്പിൽ, ഈ പാലക്കാടിന് മുമ്പിൽ NDAക്ക് വോട്ട് ചെയ്യണമെന്നും ഞങ്ങളുടെ സാധാരണക്കാരന്റെ പാർട്ടി സാധാരണക്കാരന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു സാധാരണക്കാരന്റെ ശബ്ദം പാർലമെന്റിലെത്താൻ വേണ്ടി ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അഡ്വക്കേറ്റ് നന്ദകുമാർ, രാജ്യത്ത് നിന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കുന്ന സമീപനമാണ് കഴിഞ്ഞ 5 വർഷവും സ്വീകരിച്ചു വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ആ 2 അടിസ്ഥാന സവിശേഷതകളെയും തകർക്കുന്ന സമീപനം രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്നു. രാജ്യത്തെ കാർഷിക മേഖല തകർത്ത് തരിപ്പണമാക്കുകയാണ്. മഹാരാഷ്ട്രയിൽ നടന്ന ലോങ് മാർച്ച് ഉൾപ്പെടെ രാജ്യത്തെ കർഷകരെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു സർക്കാരിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളും രാജ്യത്ത് ഉയർന്നു വരികയാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യത്തെ എല്ലാ സാധാരണക്കാരായ മനുഷ്യരും വലിയ തോതിൽ ഈ സർക്കാരിനെതിരായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് 5 വർഷം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. രാജ്യത്തെ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഗോഹത്യയുടെ പേരിൽ, ഗോവധ നിരോധന നിയമത്തിൻ്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് പരിശ്രമിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ ഏത് മേഖലയിലാണ് നേട്ടം കൈവരിച്ചത് എന്ന് പറയാൻ BJPയുടെ പ്രതിനിധിയായി ഇവിടെ നിൽക്കുന്നയാളോട്, യുവമോർച്ചയുടെ പ്രതിനിധിയായി നിൽക്കുന്നയാളോട് ഈ അവസരത്തിൽ ഞാൻ വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. ഏത് മേഖലയിലാണ് വികസനം ഉണ്ടായത്? കേരളത്തിലെ ഗവൺമെൻറ് ഇവിടെ UDFൻ്റെ പ്രതിനിധി പറഞ്ഞതുപോലെ കേരളത്തിലെ ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ മറ്റൊരു രൂപമായിട്ടല്ല കേരളത്തിൽ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് എൻ്റെ സുഹൃത്തിന് അത്തരത്തിലുള്ള ഒരു തോന്നലുണ്ടായതെന്ന് മനസ്സിലായില്ല. ഇന്ന് രാജ്യത്തെ ജനങ്ങളുടെ ഏക പ്രതീക്ഷ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഉയർത്തിയ ജനാധിപത്യ മതനിരപേക്ഷ നിലപാടും സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള വികസന കാഴ്ചപ്പാടുമാണ്. എല്ലാ മേഖലയിലും നോക്കിയാൽ അത് കാണാൻ സാധിക്കും. പ്രളയം വന്ന കേരളത്തെ എല്ലാ നിലയിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ നാടിനെ, മലയാളികളെ ആകെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചത്. പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യത്തെ MP-മാരിൽ ഏറ്റവും മികച്ച നിലയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, മണ്ഡലത്തിലെ വികസന കാര്യത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. പാലക്കാട് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയിലെ പ്രശ്നം, ഒറ്റപ്പാലത്തുള്ള ഡയാലിസിസ് സെന്റർ, അതുപോലെ തന്നെ ഷൊർണൂരിലുള്ള സെന്റർ, കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിലും ഇല്ലാത്ത വിധം ഏറ്റവും ദുരിതമനുഭവിക്കുന്ന രോഗികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ആശ്വാസങ്ങൾ നമ്മുടെ ജില്ലയിൽ നൽകുന്നതിന് വേണ്ടി MP നേതൃത്വം കൊടുത്ത് മുൻകൈയെടുത്ത് കൊണ്ടുവന്ന പദ്ധതിയുടെ ഭാഗമായി സാധിച്ചിട്ടുണ്ട്. പാലക്കാട് IIT, പാലക്കാടിൻ്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി. ഇപ്പോൾ ഇവിടെ ഈ ചർച്ച നടക്കുന്ന പടക്കളത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഓപ്പൺ ജിമ്മുണ്ട്. ഒരു ദിവസം 2000-ലധികം ആളുകൾ ആ ഓപ്പൺ ജിമ്മിൽ നമ്മുടെ ഇവിടെ വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് എന്ത് വികസനമാണ് ഈ മണ്ഡലത്തിൽ നടന്നതെന്ന്. കായിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, റോഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ പട്ടികയുണ്ടാകും.
പട്ടികയുണ്ടാകുന്നത് നടത്തിയ പ്രവർത്തനങ്ങളുള്ളത് കൊണ്ടാണ്. നല്ല നിലയിൽ ജനങ്ങളുടെ അംഗീകാരത്തോടുകൂടി നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ ജനകീയമായി ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വിജയിപ്പിക്കാൻ MP രാജേഷിന് കഴിഞ്ഞിട്ടുണ്ട്, മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയ്ക്ക്, മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിൻ്റെ തുടർച്ചയ്ക്ക് ആരെയും റിസോർട്ടിൽ പൂട്ടിയിടാതെ ഈ നാടിൻ്റെ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും കാവലായി നിൽക്കാൻ, കുട്ടികൾ മരിച്ചു വീഴുമ്പോഴും ആ കുട്ടികളുടെ ജീവനേക്കാൾ കുട്ടികൾക്ക് ഓക്സിജൻ പോലും കൊടുക്കാത്ത ഒരു നയമല്ല ഈ രാജ്യത്തെ മനുഷ്യരെയും സ്ത്രീകളെയും കുട്ടികളെയും പരിഗണിക്കുന്ന ഒരു നയമാണ് രാജ്യത്ത് വേണ്ടത് എന്ന നിലപാടുയർത്താൻ ഇടതുപക്ഷം രാജ്യത്ത് അധികാരത്തിൽ വന്നേ മതിയാവൂ. ഇടതുപക്ഷം നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വന്നേ മതിയാവൂ. ചുരുക്കി ചോദിക്കണം. BJPയുടെയും കോൺഗ്രസിന്റെയും പ്രതിനിധിയോടാണ് ചോദ്യം. 5 വർഷം മുമ്പ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2014 BJP മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന് യുവതയെ നോക്കി പറഞ്ഞത് BJP അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രതിവർഷം 2 കോടി തൊഴിലവസരം ഇന്ത്യക്കകത്ത് ഉണ്ടാക്കുമെന്നുള്ളതാണ്. 5 വർഷം തികയുമ്പോൾ 10 കോടി തൊഴിലവസരങ്ങൾ ഇന്ത്യക്കകത്ത് സൃഷ്ടിക്കപ്പെടേണ്ട രാജ്യമായി മാറേണ്ടതാണ് ഇന്ത്യ. എന്നാൽ നിങ്ങൾ എത്ര പേർക്കാണ് തൊഴിലവസരങ്ങൾ കൊടുത്തത്? ലോകത്തിനകത്ത് ഏറ്റവും വലിയ തൊഴിൽദാതാവ് എന്നറിയപ്പെടുന്ന കോച്ച് ഇന്ത്യൻ റെയിൽവേയിൽ 21 ലക്ഷം ഉണ്ടായിരുന്ന തൊഴിലവസരങ്ങൾ 13 ലക്ഷമാക്കി നിങ്ങൾ ചുരുക്കി. അങ്ങനെയുള്ള തൊഴിലവസരങ്ങൾ കളയുക എന്നല്ലാതെ നിങ്ങൾക്ക് എന്താണ് മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്? കോൺഗ്രസിനോട് നിങ്ങൾ വർഗീയതയ്ക്കെതിരെ പോരാടുന്നതിന് വേണ്ടി കോൺഗ്രസ് ആണ് നേതൃത്വം കൊടുക്കുന്ന രാജ്യത്തിനകത്ത് എന്നൊക്കെ പറയുന്ന ആളുകളാണല്ലോ. നിങ്ങൾ നോക്കണം, ഇന്ന് കാണുന്ന കോൺഗ്രസ് നാളെ BJPയിലേക്ക് പോവുക. രാവിലെ ഖദറും വൈകുന്നേരം കാവ്യം എന്ന് പറഞ്ഞത് ഞങ്ങളല്ല, നിങ്ങളുടെ നേതാവ് AK ആന്റണിയാണ്. എങ്ങനെ ഇന്ന് കാണുന്ന കോൺഗ്രസ് നാളെ BJP ആവുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ വർഗീയതയ്ക്കെതിരെ മതേതരത്വത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ആവാൻ നിങ്ങൾ കഴിയുക? അതായത് ഏറ്റവും അധികം ഒന്നും നോക്കണ്ട, റെയിൽവേയുടെ കാര്യം പറഞ്ഞു. റെയിൽവേയുടെ സൈറ്റ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തൊരു ഇത് വന്നിട്ടുണ്ട്. 28,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു റിക്രൂട്ട്മെൻറ്റ് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. 28,000, അതായത് ഏറ്റവും അവസാനത്തെ പറഞ്ഞു. പിന്നെ ഞാൻ മുഴുവൻ പറയാം. ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ മേഖലയുള്ളത് ഇന്ന് ഇന്ത്യയിലാണ്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഒട്ടനവധി അവസരങ്ങൾ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തൊഴിൽ തേടാണ്ട് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഒരു കൂട്ടം ചെറുപ്പക്കാരെ മുന്നോട്ട് നയിച്ച ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വെച്ച കണക്കിൽ പക്ഷേ തിരിഞ്ഞൊരു കണക്കുണ്ട്. മാത്രമല്ല, ഏറ്റവും തൊഴിൽ ലഭ്യത ഏറ്റവും കുറഞ്ഞ ഒരു 4 പതിറ്റാണ്ട് കാലത്തെ ഏറ്റവും തൊഴിൽ ലഭ്യത കുറഞ്ഞ കാലമാണിതെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, തൊഴിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ നമ്മളിപ്പോൾ പറയുന്നത് കേരളത്തിൽ എന്ന് പറയുമ്പോൾ 55 ലക്ഷത്തിലധികം തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരുള്ള നാടാ. നമുക്ക് ആകെയുള്ള ആശ്രയം എന്താ അറിയോ? PSC ആണ്. സർക്കാർ ജോലി മാത്രമാണ് കേരളത്തിലെ ആശ്രയം. കേരളത്തിൽ ഒരു സാധ്യതയില്ലാത്ത കേരളത്തിൽ പാലക്കാട് വലിയൊരു, ഞാൻ അവസാനിപ്പിക്കട്ടെ, വലിയൊരു സാധ്യതയായിരുന്നു പാലക്കാട് മെഡിക്കൽ കോളേജ് വലിയൊരു സാധ്യതയായിരുന്നു. PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരുപാട് ചെറുപ്പക്കാരുള്ളൊരു നാടാണ് പാലക്കാട്. ആ പാലക്കാട് ഇതുപോലെ ഒരു മെഡിക്കൽ കോളേജ് വരുമ്പോൾ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഞങ്ങൾക്ക് ജോലി കിട്ടുമെന്ന്. പക്ഷേ അതിൽ PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരാളെ എടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതെല്ലാം പിൻവാതിൽ നിയമനമായിരുന്നു. അതിന് അത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തുണ്ടായതാണെങ്കിൽ ആ സമയത്ത് ഒരു കലക്ടറേറ്റ് മാർച്ച് ഉണ്ടായിരുന്നു LDFന്റെ. ആ കലക്ടറേറ്റ് മാർച്ചിനെ അഭിസംബോധന ചെയ്ത ഇന്നത്തെ പട്ടികജാതി വകുപ്പ് മന്ത്രി AK ബാലൻ പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ പാലക്കാട് മെഡിക്കൽ കോളേജ് പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് പൂർണ്ണമായും അതിന്റെ നിയമനങ്ങൾ PSCക്ക് വിടുമെന്ന്. അത് പറഞ്ഞില്ല, അത് കൊടുത്തില്ല. ഇവിടെ കയ്യുക്കുള്ളം കാര്യക്കാരനായി മാറുകയാണ്. തൊഴിൽരഹിതരായ ആൾക്കാർ ഇന്നും തൊഴിൽരഹിതരായിട്ട് തന്നെ പോകുന്നു. നിങ്ങളോടുള്ള ചോദ്യം, നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത പാർട്ടിയാണ്, പകല് കോൺഗ്രസും രാത്രി RSSുമാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ ആശയം. ചീരമുള്ളോരകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം, നമ്മളെല്ലാം കേട്ട വരികളാണ്. ഇന്ന് രാജ്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വലിയ ഒരു ഭീഷണിയിലാണ്. സംഘപരിവാർ മതത്തെ മറയാക്കി, രാജ്യസ്നേഹത്തെ മറയാക്കി ഈ രാജ്യത്തെ കൊള്ളയടിക്കാനും നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളായ CBI അടക്കം, റിസർവ് ബാങ്ക് അടക്കം, ഇലക്ഷൻ കമ്മീഷൻ അടക്കം, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ അടക്കം എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമവുമായി
നാളെ ഇനി ഈ രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് പോലും ഉണ്ടാകുമോ എന്ന സംശയിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാടിനെ കൈപ്പൊടിയിൽ ഒതുക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സഖാക്കൾ കോൺഗ്രസ് നിന്ന് പോയ ചില ആളുകളുടെ എണ്ണം എടുത്തുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞ ഈ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി, പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം ഇന്ന് കോൺഗ്രസിന് അനുകൂലമായ മുന്നണിയിലാണ്. നിരവധി ആളുകൾ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നു, അത് നിങ്ങൾ കാണില്ല. കോൺഗ്രസിനകത്ത് നിന്ന് ആള് പോയിട്ടില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അഞ്ചോ ആറോ മുഖ്യമന്ത്രിമാരോ പഴയ കോൺഗ്രസിന്റെ PCC പ്രസിഡന്റുമാരോ മുഖ്യമന്ത്രിമാരോ ആയിരുന്നു പാർലമെന്റിൽ. ഇവിടെ കേരളത്തിലിരുന്ന് ഈ സഖാക്കൾ ഈ കണക്കുണ്ടാക്കുമ്പോൾ തന്നെയാണ് സംഘപരിവാറിനെ തറ പറ്റിച്ചുകൊണ്ട് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിച്ചത്. ഞാൻ LDF പ്രതിനിധിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ വരുന്നത് ഷൊർണൂരിൽ നിന്നാണ്. ഞങ്ങളുടെ ഷൊർണൂർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുണ്ട്. അപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് 5 ട്രെയിനുകൾ, അമൃത എക്സ്പ്രസ് അടക്കം 5 ട്രെയിനുകൾ വഴി തിരിച്ചുവിടാനുള്ളൊരു ശ്രമം നടന്നു വരുന്നുണ്ട്. അതിനെതിരെ എന്തെങ്കിലും ഒരു MP യുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടോ, അതോ ആ ട്രെയിനുകൾ ഞങ്ങൾക്ക് അവിടെ ഒഴിവാകുമോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്? ഞങ്ങൾക്ക് പിന്നെ അത് കയറണമെങ്കിൽ തൃശ്ശൂരോ മറ്റുള്ള ഏതെങ്കിലും സ്ഥലത്ത് അതിനെതിരെ എന്തെങ്കിലും ഒരു സമരം, അതിന് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങളുടെ പ്രാദേശികമായ വിഷയത്തിൽ പരിഹാരം കാണാൻ കഴിയുമോ? എംപിയുടെ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന ആൾ എന്ന നിലക്കാണ് അവസാന ഘട്ടത്തിലാണ്. ഇതിന്റെ ചർച്ച കഴിഞ്ഞിട്ടും ഇത് തിരിച്ചുവിടാനുള്ള കാര്യങ്ങളും കഴിഞ്ഞിട്ട് കുറെ ആയി. എന്തെങ്കിലും എംപിയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഷൊർണൂരിൽ ട്രയാങ്കുലർ സ്റ്റേഷൻ അനുവദിക്കണമെന്ന നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത്, MP-ക്കുള്ളത്. കേരളത്തിലെ റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിന് പ്രത്യേകമായി റെയിൽവേ സോൺ അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ വിഷയം സജീവമായി ശ്രദ്ധയിൽപ്പെടുകയും ഇതിൽ സാധ്യമായ നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായും ഏത് നിലയിൽ അതിന്റെ നടപടികൾ മുന്നോട്ട് പോകുമെന്നറിയില്ല. സാധ്യമായ നിലയിൽ ഇടതുപക്ഷം ഇടപെടും. എനിക്ക് LDF-നെ പ്രതിനിധിയോട് ചോദ്യം. പാലക്കാട് ജില്ലയിലെ ഒരു കൊക്കക്കോല കമ്പനി പാച്ചിമടയിലുണ്ട്. അവർക്ക് ട്രൈബ്യൂണൽ വിധി വന്നിട്ട് വർഷങ്ങളായി. ഈ വർഷങ്ങളായി വന്ന വിധി നടപ്പാക്കുവാൻ ഈ നാട്ടിൽ ഭരിച്ച ഒരു സർക്കാരും ഇപ്പോൾ ഈ ഏതാനും ദിവസം മുമ്പ് പിണറായി വിജയൻ്റെ ഭവനത്തിലേക്ക് മാർച്ച് നടത്തി ആ ഇരകൾ. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുവാൻ നിങ്ങളുടെ സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ, അതിനി സാധിക്കുമോ? ചോദ്യം ഒന്ന് കഴിഞ്ഞില്ല. രണ്ടാമത്തെ ചോദ്യം, പാലക്കാട് ജില്ലയിൽ 5 വർഷത്തിനകം 30 പേരാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം മരിച്ചിരിക്കുന്നത്. ഇവർക്ക് മതിയായ നഷ്ടപരിഹാരം കൊടുക്കുക മാത്രമേ ചെയ്യുന്നത്. ഇതിന് ശാശ്വതമായ പരിഹാരം നടത്തുവാൻ ഇന്ന് വരെ ഒരു സർക്കാരിനോ ഒരു ജനപ്രതിനിധിക്കോ സാധിച്ചിട്ടില്ല. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ചെയ്യാൻ സാധിക്കുമോ ഈ 3 കക്ഷികൾക്കും? 2 വിഷയം. രണ്ടാമത്തെ വന്യമൃഗങ്ങളുടെ ആക്രമണം. ആദ്യം പറഞ്ഞത് നിങ്ങൾ കൊക്കക്കോള വിഷയത്തിൽ കേരളത്തിലെ സർക്കാർ ജലചൂഷണത്തിനെതിരായി നിലപാട് സ്വീകരിക്കുന്ന സർക്കാരാണ്. ജലചൂഷണത്തിനെതിരായിട്ടുള്ള നിലപാട് ശക്തമായി സ്വീകരിക്കുന്നതോടൊപ്പം കൊക്കക്കോള ട്രിബ്യൂണലിന്റെ വിധി നടപ്പിലാക്കാൻ ആ കമ്പനിയിൽ നിന്ന് പണം ഈടാക്കുക എന്നുള്ളതല്ലാതെ ആ വിധി പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കാൻ കഴിയുന്നതല്ല. അതിനാവശ്യമായിട്ടുള്ള കേരളത്തിലെ സർക്കാർ എല്ലാ പരിമിതികൾക്കും അകത്തു നിന്നുകൊണ്ട് ജലചൂഷണം തടയാനും ട്രിബ്യൂണൽ വിധി നടപ്പിലാക്കാനും ആവശ്യമായിട്ടുള്ള സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും. മറ്റൊന്ന്, ഇതുപോലെ തന്നെ പ്രശ്നമായിരുന്നു എൻഡോസൾഫാൻ വിഷയം. കേരളത്തിലെ സർക്കാർ അതിനോട് സ്വീകരിച്ച സമീപനം കഴിഞ്ഞ UDF സർക്കാരിൽ നിന്ന് വ്യത്യസ്തമാണ്, വിഭിന്നമാണ്. എൻഡോസൾഫാൻ ഇരകളുടെ അവരുടെ പാക്കേജ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. വന്യമൃഗങ്ങളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. ചിലത്, ഒന്ന്, വനം വന്യജീവി വകുപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായും സംസ്ഥാന ഗവൺമെന്റിന്റെ മാത്രം നിയന്ത്രണത്തിലല്ല. കേന്ദ്ര സർക്കാരിന്റെ കൂടി ചില നിലപാടുകൾ, സഹായങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ജനകീയമായിട്ടുള്ള ഇടപെടൽ ആവശ്യമുണ്ട്. മൃഗങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തേണ്ടതുണ്ട്. ഒരൊറ്റ സുപ്രഭാതത്തിൽ കേരളത്തിലെ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യം അർഹമായ നഷ്ടപരിഹാരം നൽകുക എന്നുള്ളതാണ്. മാത്രമല്ല, അതിൽ സംസ്ഥാന സർക്കാർ എന്ന നിലയിൽ സാധ്യമായ എല്ലാ നിലയിലുള്ള ഇടപെടലും, മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, സ്വത്ത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ, അവരെ ആശ്വസിപ്പിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് ഉറപ്പു നൽകുകയാണ്. ജലചൂഷണത്തിനെതിരായ സമീപനം സ്വീകരിക്കുന്നു പറയുമ്പോൾ ഈ പെരുമാട്ടി പഞ്ചായത്തിന്റെ അടുത്ത് തന്നെയാണ് പുതിയ ബ്രൂവറി അനുവദിക്കാൻ ശ്രമം നടത്തിയത്. അത് പിൻവലിക്കുന്നത് എങ്ങനെയാണ്? അതിൽ അഴിമതി പുറത്തു വന്നപ്പോഴാണ് പിൻവലിക്കുന്നത് പിണറായി വിജയൻ. എന്ത് അഴിമതിയാണ് പുറത്തു വന്നത്? നിങ്ങൾ പറയൂ, ആരാണ് അഴിമതി? മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് അഴിമതി നടത്തിയത് ആരാണെന്ന് പറയൂ.
നിങ്ങൾ പറയൂ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ബ്രൂവറി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആരാണ് അഴിമതി നടത്തിയത്? എത്ര ലക്ഷം രൂപയുടെ അഴിമതിയാണ് നടന്നത്? സമീപനം വന്ന ഘട്ടത്തിൽ തന്നെ അത്തരം വിവാദങ്ങളിലേക്ക് പോകാൻ നയപരമായ CPM-ന്റെയും ഇന്ന് മഹാരാഷ്ട്രയിലെ കർഷകർ ആത്മഹത്യ ചെയ്തപ്പോൾ ലോങ് മാർച്ച് നടത്തിയെന്ന് പറഞ്ഞു. ഇന്ന് വയനാട്ടില് 3 കർഷകരോളം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അല്ല, ഈ ഒരാഴ്ചയായിട്ട്. പിന്നെ ഈ കേരള ഖജനാവിൽ നിന്നും 50 കോടി രൂപ ചെലവാക്കി നവോത്ഥാന മതിൽ സൃഷ്ടിച്ചു CPM-കാര്. അതിൽ സ്ത്രീകൾക്ക് നവോത്ഥാനം കിട്ടിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ UDF-ന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 2 പേര് കൊലപാതകം ചെയ്യപ്പെട്ട അതിന്റെ ചൂട് 6 മുമ്പ് തന്നെ ബംഗാളിൽ കോൺഗ്രസും ഇടതുപക്ഷവും കൈകോർത്തു. ഇതേ സാഹചര്യം നാളെ കേരളത്തിൽ വന്നാൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള നിലപാട് എന്താണ്? ഇതിൽ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? 50 കോടി ചെലവഴിച്ചു എന്ന് പറയുന്നത് തീർത്തും അബദ്ധജടിലവും വസ്തുതാവിരുദ്ധവുമായ ആരോപണം മാത്രം. കോടതിയിൽ അറിയിച്ചാണ്. അല്ല, കോടതിയിൽ ആരറിയിച്ചു? ഞാൻ പറയട്ടെ, നിങ്ങൾ പത്രപരസ്യമല്ല, കേരളത്തിലെ സർക്കാർ സ്ത്രീ സുരക്ഷിതത്വത്തിന്റെ വേണ്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആർക്ക് പണം കൊടുത്തു? സർക്കാർ ഹൈക്കോടതി കൊടുത്ത അഫിഡവിറ്റിൽ 50 കോടി എന്നാണോ പറഞ്ഞിരിക്കുന്നത്? അത് ചെലവഴിച്ചു എന്നാണോ? വനിതാ മതിലിന് ചെലവഴിച്ചു എന്നാണോ? മറുപടി പറയട്ടെ. എന്റെ പ്രിയ സുഹൃത്തിനെ ഞാൻ വളരെ വിനയത്തോടു കൂടി പറയുന്നു, സർക്കാർ വനിതാ മതിലിന് 50 കോടി ചെലവഴിച്ചു എന്ന് അഫിഡവിറ്റ് കേരള ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കടലാസ് ഉണ്ടാവുമല്ലോ. ദയവ് ചെയ്ത് നിങ്ങൾ അതിന്റെ ഒരു കോപ്പി എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് ഞങ്ങളുടെ ഓഫീസിലൊന്ന് എത്തിച്ചാൽ മതി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പത്രങ്ങളുടെ തലക്കെട്ടായിട്ട് കാര്യമില്ല. ഹൈക്കോടതിയിൽ അതെ, നിങ്ങൾ ആയിക്കോട്ടെ, ഓക്കെ. രണ്ടാമത്തെ കാര്യം വനിതാക്ഷേമത്തിന് കേരളത്തിലെ സർക്കാർ പണം ചെലവഴിക്കാൻ വേണ്ടി ഹെഡിൽ ഉൾപ്പെടുത്തിയ സംഖ്യയാണ് 50 കോടി രൂപ. ഒരു ചില്ലി കാശ് പോലും വനിതാ മതിലിന് പോയ വാഹനത്തിന് വാടക കൊടുക്കാൻ സർക്കാരാണോ കൊടുത്തത്? നിങ്ങൾ ഒരു സ്ഥലത്തെ പറയേ. കേരളത്തിൽ ആ വനിതാ മതിലിന്റെ ഭാഗമായി പങ്കെടുത്തവർ പിന്നെ എന്തിനാണ് പണം കൊടുത്തത്? കേരളത്തിലെ സർക്കാർ പണം കൊടുത്തല്ല വനിതാ മതിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നുള്ള ക്യാമ്പയിൻ കേരളത്തിലെ സർക്കാർ നടത്തിയിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥര് ഈ 100 രൂപ വെച്ച് അത്തരം പെൻഷൻ സാമൂഹ്യ സുരക്ഷിതത്വ പെൻഷൻ കൊടുക്കാത്തവർക്കും വനിതാ മതിലിന് വേണ്ടി പണം നൽകാൻ ജനങ്ങൾ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽ നിങ്ങൾ പറയൂ, ആരിൽ നിന്ന് ഇരിക്കുക. അദ്ദേഹം മറുപടി പറയട്ടെ. നിങ്ങളുടെ ചോദ്യം ഞാൻ ആവർത്തിച്ച് ചോദിച്ചതാണല്ലോ. അവിടെ അവര് പറഞ്ഞോ? നിങ്ങളോട് പരാതി പറഞ്ഞോ? നിങ്ങൾ തിരുനെല്ലായുടെ കാര്യമല്ല ഞാൻ പറയണത്. പറഞ്ഞാൽ നടപടിയെടുക്കും. ഞാനൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ നാട്ടിലെ ഒരു പെൻഷൻ ഗുണഭോക്താവ് 2500, 3500, 4000 എനിക്ക് പെൻഷൻ കിട്ടി. പെൻഷൻ കൊടുത്തതിന് ശേഷം മഹിളാ അസോസിയേഷന്റെയോ അല്ലെങ്കിൽ നവോത്ഥാന സംരക്ഷണ സമിതിയുടെയോ പ്രവർത്തകർ വാഹനം പോകുന്നതിന് വേണ്ടി വീട്ടിൽ സ്ക്വാഡ് കയറി നിങ്ങളൊരു 100 രൂപ സംഭാവന തരണമെന്ന് പറഞ്ഞാൽ പണം തന്നിട്ടുണ്ടാകും. ഞങ്ങൾ മുമ്പും സ്വീകരിച്ചിട്ടുണ്ട്. അടുത്ത ഒരു വിഷയത്തിൽ തന്നെ നിൽക്കാൻ പറ്റില്ല. ബംഗാളിൽ നിങ്ങൾ CPM-ഉമായിട്ട് സഖ്യമാണ്. ഇവിടത്തെ ഈ പരസ്പരമുള്ള മത്സരമൊക്കെ ജനത്തെ കബളിപ്പിക്കാനാണ് എന്നാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കാലത്തും ഞങ്ങളുടെ പ്രവർത്തകരെ അരുങ്കൊല ചെയ്യുന്ന CPM-ഉമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അടിവരായിട്ട് പറയാം. അതോടൊപ്പം തന്നെ ഇവിടെ മറ്റൊരു ചോദ്യം ബംഗാളിൽ എന്തുകൊണ്ട് കൂടി എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടി കേരളത്തിൽ സാധ്യമല്ല. CPM-ഉമായി യാതൊരു ബന്ധവും ഞങ്ങൾ ഉണ്ടാക്കില്ല. BJP പ്രതിനിധിയുടെ ചോദ്യം, റാഫേൽ ഇടപാടില് 30,000 കോടി രൂപ ഇന്ത്യൻ പട്ടാളക്കാരുടെ പണം ഒരു കമ്പനിയുമില്ലാത്ത അംബാനിക്ക് കൊടുക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്തത്? എന്തുകൊണ്ടാണ് അംബാനിക്ക് അത് ഇല്ലാത്ത കമ്പനിയുടെ പേരിൽ നിങ്ങൾ കൊടുത്തത്? ഇന്ത്യൻ പട്ടാളക്കാരുടെ. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇടതുപക്ഷ പ്രതിനിധിയോടാണ്. മൊത്തം 543 സീറ്റ് ഇന്ത്യൻ പാർലമെന്റിലുണ്ട്. 272 സീറ്റ് കേവല ഭൂരിപക്ഷത്തിന് വേണം. നിങ്ങൾ എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത്?
അംബാനിയുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന അങ്ങനെ ഇടയ്ക്ക് ചോദ്യങ്ങൾ വരും, മൈൻഡ് ചെയ്യണ്ട, മറുപടി ഈ പറയുന്ന കരാറുകാര് ആ കരാറ് ആ കരാർ എടുക്കുന്നത് പല ആളുകളായിരിക്കും. ആ കരാറുകാരുമായി സർക്കാരിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. സർക്കാർ നടക്കുന്നത് സുതാര്യമായ എല്ലാ ഇടപാടുകളോടിട്ടാണ് നടക്കുന്നത്. ഈ റാഫേൽ ഇടപാട് തുടങ്ങി വെച്ചത് ഞങ്ങളുടെ കാലത്തൊന്നല്ല. ഈ പറയുന്ന അതാണ് UPA കാലത്ത് തുടങ്ങി വെച്ചത്. നിങ്ങൾ വന്നിട്ട് അത് മാറ്റിമറിച്ച് 30,000 കോടി രൂപ അനിൽ അംബാനിയുടെ പോക്കറ്റിലിട്ട് കൊടുത്തു. മാറ്റിമറിച്ചിട്ടൊന്നുമില്ല. അത് കോടികളുടെ സുപ്രീം കണക്ക് പറഞ്ഞാൽ ഇന്നും ഇന്ത്യയിലെ ജനങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള കോടികളുടെ അഴിമതി നടത്തിയ നിങ്ങൾ അഴിമതി ആരോപണങ്ങൾ നിങ്ങൾ റാഫേൽ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള അഴിമതിയും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല. അങ്ങനെ ഞാനൊരു കാര്യം ഇവിടെ ഈ തരത്തിൽ ഒരു ചോദ്യം കൂടെ അദ്ദേഹത്തോടുണ്ടായിരുന്നു. എന്തായിരുന്നു? 540 അംഗ പാർലമെന്റ് നിങ്ങൾക്ക് എത്ര ശക്തിയുണ്ടോ, നിങ്ങൾ പിന്നെ എന്തിനാ മത്സരിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചോദ്യം. ഒന്ന്, ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷം മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തെ സംബന്ധിച്ച് കൃത്യമായി തിട്ടപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഭൂരിപക്ഷം സീറ്റിലും മത്സരിക്കുന്നില്ല, ഇടതുപക്ഷം മത്സരിക്കുന്നില്ല. മത്സരിച്ച സീറ്റുകളിൽ ഞാൻ പറയുന്നത് അതിനെ സംബന്ധിച്ചുള്ള സീറ്റ് ചർച്ചകൾ ചില സംസ്ഥാനങ്ങളിൽ നടന്നു വരുന്നതേയുള്ളൂ, പൂർണ്ണമായിട്ടില്ല എത്ര സീറ്റിൽ മത്സരിക്കുമെന്ന് പറയാൻ. എന്തായാലും 100-ൽ താഴെ സീറ്റുകളിലായിരിക്കും, അല്ലെങ്കിൽ 150-ൽ താഴെ സീറ്റുകളിലായിരിക്കും ഇടതുപക്ഷം മത്സരിക്കുക. ഞാൻ എണ്ണം നിങ്ങൾ എഴുതുമെന്ന് പറഞ്ഞാൽ ഞാൻ സംബന്ധിക്കാൻ പോകുന്നില്ല. കാരണം അതിനെ സംബന്ധിച്ച് അന്തിമമായി തീരുമാനിച്ചിട്ടില്ല, നിലവിൽ തീരുമാനിച്ചിട്ടില്ല. 150-ൽ താഴെ സീറ്റുകളിലെ ഇടതുപക്ഷം മത്സരിക്കാനിടയുള്ളൂ. ഒന്ന്. രണ്ടാമത്തേത് രാജ്യത്ത് ഇല്ല, ഞങ്ങൾക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയില്ല. ഞങ്ങൾ അങ്ങനെ ഒരു പ്രധാനമന്ത്രിയായി ഒരു സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിച്ച് രാജ്യത്ത് ഇതുവരെയും ഇടതുപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അങ്ങനെയല്ല വോട്ട് ചോദിച്ചത്. 2014 കേരളത്തിൽ 18 സീറ്റ് ഇടതുപക്ഷത്തിന് ലഭിച്ച സമയത്തും ഞങ്ങളൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിച്ചല്ല കേരളത്തിലെ ജനങ്ങളോട് വോട്ട് ചോദിച്ചത്. ഞങ്ങൾ ഈ രാജ്യത്ത് മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിന്റെയും പക്ഷത്ത് അടിയുറച്ചു നിൽക്കും എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഉത്തമ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഈ നിലയിൽ മുന്നേറാനായത്. ഇടതുപക്ഷത്തിന് ഇന്ത്യ ഭരിക്കാൻ കഴിയും, ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരും എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ BJPക്കും കോൺഗ്രസിനും എതിരായ ഒരു ബദൽ രാജ്യത്ത് ഉയർന്നു വരേണ്ടതുണ്ട് എന്ന നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത്. അതിനുള്ള സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ പൊതുവിലുണ്ട്. അടുത്ത ചോദ്യം BJPയുടെ പ്രതിനിധിയോടാണ്. നമ്മുടെ പ്രധാനമന്ത്രി അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഞാൻ ഇന്ത്യയുടെ കാവൽക്കാരനായിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയുടെ പൊതു സ്വത്ത് കൊള്ളയടിക്കാൻ ഞാൻ ആരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. അതിന് ഞാനും എന്റെ കുറെ ശിൽബന്ധികളുണ്ട്. അതാണ് അദാനി, അംബാനി തുടങ്ങിയിട്ടുള്ളത്. നോക്കൂ, ചോദ്യം ബാങ്കുകളെല്ലാം സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞു, ഇൻഷുറൻസ് മേഖല സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞു, അതുപോലെ തന്നെ രാജ്യരക്ഷാ രഹസ്യങ്ങൾ വരെ കാത്തു സൂക്ഷിക്കപ്പെടുന്ന തന്ത്രപ്രധാനമായ ടെലികമ്മ്യൂണിക്കേഷൻ മേഖല പരിപൂർണമായും ഇല്ലാതാക്കി കഴിഞ്ഞു. രാജ്യത്തിന്റെ പൊതു സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുക. ഇനി ഒരു 5 വർഷം കൂടെ നിങ്ങൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഈ രാജ്യം തകർത്ത് തരിപ്പണമാക്കും. ഇതിന് കോൺഗ്രസിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. 91 മുതൽ കോൺഗ്രസ് നടപ്പിലാക്കിയ നയങ്ങളാണ് ഇന്ന് BJP അതിവേഗം ബഹുദൂരം എന്നതുപോലെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കോൺഗ്രസിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കോൺഗ്രസ് ആണ് ഈ നയങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങിയത്. ഇപ്പൊ അത്യന്തം വാശിയോടുകൂടി BJP ആ നയങ്ങൾ നടപ്പിലാക്കുന്നു. ഇവിടെ ഗവൺമെന്റുകൾ മാറി വരുന്നു എന്നുള്ളതൊഴിച്ചാൽ ഈ നയങ്ങളിൽ ഒരു മാറ്റമില്ല. അപ്പൊ കോൺഗ്രസും BJPയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ആ നയങ്ങൾ നിങ്ങൾ മാറ്റണം. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് BJPയുടെ പ്രതിനിധി മറുപടി പറയാം. ഒരു കോർപ്പറേറ്റുകൾക്കും കൊള്ളയടിക്കാൻ ഇന്ത്യ രാജ്യം അനുവദിച്ചു കൊടുക്കാൻ നരേന്ദ്രമോദി സർക്കാർ ഉദ്ദേശിച്ചിട്ടില്ല. കാത്തു സൂക്ഷിക്കാൻ അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. ഒരാൾക്കും കൊള്ളയടിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. അതായത് ഈ പറയുന്ന ആരോപണങ്ങൾ എന്ത് തരത്തിൽ ശരിവെച്ചിട്ടാ വിജയ് മല്യനെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്താൻ ഭാരതത്തിലെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായാൽ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായ ആൾക്ക് പോകാൻ പറ്റുമോ? 9,000 കോടി രൂപയുടെ അഴിമതി നടത്തി തട്ടിപ്പ് കേസിലെ പ്രതി വിജയ് മല്യയ്ക്ക് വിദേശത്ത് പോകാൻ ആരാ അനുമതി കൊടുത്തേ? രാജ്യത്തിന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞിട്ടല്ലേ? ചോദിക്കാനുള്ളത് ഈ രാജ്യത്ത് മാറി ഭരിച്ച ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടുമാണ്. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇവിടെ സംസാരം തുടങ്ങിയത് തന്നെ
കർഷകരുടെ പ്രയാസങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ്. കേരളം, പ്രത്യേകിച്ച് പാലക്കാട്, നെൽകർഷകരുടെ രാജ്യമാണ്. കേരളത്തിലെ ഏക പൊതുമേഖലാ റൈസ് മില്ല് എന്ന് പറയുന്നത് ആലത്തൂർ മോഡേൺ റൈസ് മില്ലാണ്. ഏകദേശം സഖാവ് അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് ഇത്രയും കാലമായിട്ട് അതിൽ നിന്ന് ഒരു തരി നെല്ല് പോലും അരിയാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്ന കർഷക ദ്രോഹം ഇടതും വലതും ചെയ്തിരിക്കെ, ആ ചെയ്തു എന്ന് മാത്രമല്ല സ്വകാര്യ റൈസ് മില്ലുകളെ സംരക്ഷിക്കുന്ന നയമാണ് ഇടതുപക്ഷവും വലതുപക്ഷവും സ്വീകരിച്ചത്. ഇനി എന്താണ് നെൽകർഷകർ ചെയ്യേണ്ടത്? കർഷക ദ്രോഹ സമീപനമാണ് ഇടത് വലതു മുന്നണികൾക്ക്. അത് ഇടതു മുന്നണി കർഷക ദ്രോഹ സമീപനം ഇടതു മുന്നണി സ്വീകരിക്കുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സംഭരിച്ച നെല്ലിന് കാശ് കൊടുത്തിരുന്നില്ല. ഇടതുപക്ഷം അധികാരത്തിൽ വന്ന് സംഭരിച്ച നെല്ലിന് പൂർണ്ണമായും പണം കൊടുത്തു. പ്ലീസ് മറുപടി പറയട്ടെ. സംഭരിക്കുന്ന നെല്ലിന്റെ വില, നെല്ല് സംഭരണത്തിൽ സംഭരിക്കുന്ന നെല്ലിന്റെ വില ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പടിപടിയായി വർദ്ധിപ്പിച്ചു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നെല്ല് കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായ പദ്ധതി നടപ്പിലാക്കുന്നു. പാലക്കാട് ജില്ലയിൽ ആലത്തൂർ റൈസ് മില്ലിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്, ആ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളുമായി കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ആലത്തൂരിലെ MLA ശ്രീ KD പ്രസേനൻ ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുത്തുകൊണ്ട് ആലത്തൂരിൽ സർക്കാർ ഉടമസ്ഥതയിൽ റൈസ് മില്ലിന്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതേ ചോദ്യം UDF പ്രതിനിധിയോട് ഉണ്ടായിരുന്നു. അതേ ഒന്ന് വിശദീകരിക്കട്ടെ. രാജ്യത്ത് കർഷകർക്ക് വേണ്ടി ഏറ്റവും വിപ്ലവകരമായ സഹായം ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 73,000 കോടി രൂപയുടെ കാർഷിക കടം എഴുതി തള്ളിയ ഒരു ഗവൺമെന്റാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത്. കേരളത്തിലെ UDF ഗവൺമെന്റും നമുക്കറിയാം, കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആകുമ്പോൾ കർഷകർക്ക് മാത്രമല്ല എല്ലാ മേഖലയിലെ ആളുകൾക്കും കാരുണ്യത്തിന്റെ വലിയ സ്പർശം. ഇപ്പൊ ആത്മഹത്യ, വയനാട്, ഇടുക്കി ജില്ലയിൽ 7 പേര് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. വയനാട് ആത്മഹത്യ ചെയ്യണു. എത്ര ആളുകൾ നടപടി നിങ്ങൾ സ്വീകരിച്ചു? റാഫേൽ അഴിമതി നേരത്തെ ചർച്ച ചെയ്തു. ആ റാഫേൽ അഴിമതി നടന്നതിന്റെ രേഖകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ട് അത് കളവ് പോയി എന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ്, ആ ഒരു രേഖ പോലും സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരു ഗവൺമെന്റ് ഇന്ത്യയിലെ 131 കോടിയോളം ജനങ്ങളുടെ എങ്ങനെയാണ് സുരക്ഷ നൽകുക? എന്ത് വിശ്വാസത്തിലാണ് ഞങ്ങൾ BJP? രാജ്യം സുരക്ഷിതമായ കരങ്ങളിലാണ് എന്ന് പറയുന്ന BJPയുടെ ഭരണകാലത്താണ് പ്രതിരോധ വകുപ്പിൽ നിന്ന് സുപ്രധാനമായ ഫയലുകൾ മോഷണം പോയെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി പറയേണ്ട ഗതികേട് വന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. അഡ്വക്കേറ്റ് ജനറൽ ഇന്ന് സുപ്രീം കോടതി ധരിപ്പിച്ചിരിക്കുന്നത് കളവ് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണ പോലെ ഈ സുപ്രീം കോടതിയുടെ മേലത്ത് ഓട് പൊളിച്ച് ആൾക്കാർ ഫയൽ എടുത്തുകൊണ്ട് അങ്ങനെ വിചാരിക്കണ്ട. അതായത് പറയട്ടെ, വാക്ക് തെറ്റിപ്പോയതാണ് അദ്ദേഹത്തെ. ഞാൻ പറയട്ടെ അതേ എന്താണ് മറുപടി പറയാൻ? വളരെയധികം രഹസ്യ സ്വഭാവമുള്ള ഫയലുകളാണ്. ആ ഫയലുകൾ എത്തിക്കേണ്ട സമയത്ത് അദ്ദേഹം എത്തിക്കുമെന്ന് തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതായത് ആ ഫയലുകൾ സുപ്രീം കോടതിയുടെ മുമ്പാകെ എത്തിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഇപ്പോഴത്തെ നോക്കാൻ ഉറപ്പ് നൽകിയിട്ടാണ് പറയുന്നത്. അടുത്ത ചോദ്യം ഉറപ്പ് നൽകിയിട്ടാണ് ഇരിക്കുന്നത്. CPM പ്രതിനിധിയോടാണ് ചോദ്യം. അട്ടപ്പാടി വികസന പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് 350 കോടിയോളം രൂപ, ഏകദേശം അറൌണ്ട് 350 കോടിയോളം രൂപയുടെ ഫണ്ട് വന്നു. അത് കൊട്ടിഘോഷിച്ച് MP രാജേഷ് എന്താ പറയാ പ്രചരണം നടത്തി. ഇതാ അട്ടപ്പാടി 350 കോടി രൂപ എവിടെന്ന്? അട്ടപ്പാടി വികസന ഫണ്ട്. ഒരു സെക്കൻഡ് അട്ടപ്പാടി വികസന ഫണ്ട് അട്ടപ്പാടി വികസന ഫണ്ട് വന്നിരുന്നു. ഈ അട്ടപ്പാടി വികസന ഫണ്ട് വന്ന് ഒരു അട്ടപ്പാടി കുടുംബം പോലും വികസിച്ചിട്ടില്ല. ഈ പറയുന്ന നേതാക്കൾ വികസിച്ചു എന്നല്ലാതെ അട്ടപ്പാടി ഒന്നും വികസിച്ചിട്ടില്ല. ആ വികസനം എവിടെ പോയി? പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് വെച്ചാണല്ലോ നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത്. അതിൽ MP എന്ന നിലയിൽ ചെയ്ത ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ച് ആദ്യമേ സൂചിപ്പിക്കാം. അട്ടപ്പാടിയിൽ സാഗി എന്ന പേരിൽ MP-യുടെ നേതൃത്വത്തിൽ ഒരു പദ്ധതി അട്ടപ്പാടിയിൽ നടപ്പിലാക്കി. അട്ടപ്പാടിയിൽ MP ദത്തെടുത്ത അട്ടപ്പാടിയിലെ ഗ്രാമങ്ങളിലെ ആദിവാസി ഊരുകളിലെ സ്ത്രീകൾക്ക് അവർക്ക് ജില്ലാ സഹകരണ ബാങ്കും കുടുംബശ്രീയുമായി സംയോജിച്ചുകൊണ്ട് സംരംഭകത്വ വായ്പയ്ക്കുള്ള പദ്ധതിയാണ് നടപ്പിലാക്കിയത്.
അട്ടപ്പാടിയിലെ അഭിമാനികളായിട്ടുള്ള കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള സ്ത്രീകൾ 100% അവരെടുത്ത വായ്പ പൂർണ്ണമായും അവർ പുതിയ സംരംഭങ്ങൾ നൽകി, പുതിയ തൊഴിൽ മേഖലകളിൽ അവർ ഏർപ്പെട്ടു. ആ സംഖ്യ പൂർണ്ണമായും തിരിച്ചടക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു ഇടപെടലാണ് MP-യുടെ നേതൃത്വത്തിൽ സാഗി പദ്ധതി പ്രകാരം അട്ടപ്പാടിയിൽ നടന്നിട്ടുള്ളത്. രണ്ടാമത്, അട്ടപ്പാടിയിലെ ശിശുമരണ നിരക്ക് ക്രമാതീതമായി വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ UDF-ന്റെ ഭരണകാലത്താണ് MP അവിടെ നിരാഹാരം കടന്നത്. അട്ടപ്പാടിയിൽ നിരാഹാരം കടക്കുകയും UDF-ന്റെ കാലത്തുണ്ടായ ആ ശിശുമരണത്തിന്റെ ഘട്ടത്തിൽ ജനശ്രദ്ധയാകർഷിക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ സമരരൂപത്തിലും പിന്നീട് MP-യുടെയും സംയോജിത ഫണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികളും MP നടത്തിയിട്ടുണ്ട്. ഒന്നാം UPA ഗവൺമെന്റ് സമയത്ത് പെട്രോളിനും ഡീസലിനും വില കൂട്ടിയിട്ടില്ല. അത് ഇന്ത്യൻ ഗവൺമെന്റ് കയ്യിൽ സുരക്ഷിതമായിരുന്നു. രണ്ടാം UPA ഗവൺമെന്റ് സമയത്താണ് പെട്രോളിന്റെ വില നിയന്ത്രിക്കാനുള്ള അധികാരം സ്വകാര്യ കുത്തക മുതലാളിമാർക്ക് കൊടുത്തത്. അപ്പോൾ ഇവിടെ BJP വ്യാപകമായിട്ട്, കേരളത്തിൽ വ്യാപകമായിട്ടും ഇന്ത്യയിൽ തന്നെ കുതിരവണ്ടിയിലും മാട്ടുവണ്ടിയിലൊക്കെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. NDA ഗവൺമെന്റ് വന്നപ്പോൾ ഡീസലിന്റെ വില കൂട്ടിയപ്പോൾ അതേപോലെ ഇവിടുത്തെ MLA ഷാഫി പറമ്പിലടക്കം അതിനെതിരെയുള്ള ഒരു സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് മുന്നണികളും ഈ ഡീസലിന്റെയും പെട്രോളിന്റെയും വില കൂട്ടിയിട്ടുള്ള ആളുകളാണ്. വേറൊന്ന് പറയാനുള്ളത്, ഇന്ത്യയുടെ മതേതരത്വം എല്ലാം കോൺഗ്രസിന്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്ത, മധ്യപ്രദേശിൽ അസം ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കർഷകനാണ്. അയാൾ കാട്ടിൽ മാടിന്റെ ഇറച്ചി വെട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അയാളിനെ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഗവൺമെന്റ്. അപ്പൊ ഇത് എവിടെയാണ് കോൺഗ്രസിന്റെ നിലപാട്? BJP-യുടെ അതേ നിലപാടല്ലേ കോൺഗ്രസിന് എന്നാണ് ചോദ്യം. ഗവൺമെന്റ് കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര വിപണിയിലുള്ള ക്രൂഡ് ഓയിലിന്റെ വില നിങ്ങൾ പരിശോധിക്കണം. UPA ഗവൺമെന്റ് അവസാനം അധികാരം വിട്ടൊഴിയുന്ന സമയത്ത് $126 ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില. അപ്പോഴാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 80 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കേണ്ടി വന്നത്. ഇന്ന് അതിന്റെ വില $50 താഴെ വന്നപ്പോഴും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അതേ വിലക്ക് തന്നെ പോവുകയാണ്. അത് അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കനുസരിച്ചാണ് വില കയറുകയും കൂടുകയും ചെയ്യേണ്ടത്. അന്താരാഷ്ട്ര അവകാശം നൽകിയാലും അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കനുസരിച്ച് വില കൂടുകയും കുറയുകയും ചെയ്യാമായിരുന്നു. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വന്നപ്പോൾ അത് ചെയ്യുന്നില്ല. വില നിർണയാധികാരം അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കനുസരിച്ചാണ് മാറ്റിമറിയും ചെയ്തത്. പക്ഷേ NDA-യുടെ ഗവൺമെന്റ് അത് അട്ടിമറിച്ചു. പല തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും വില നിയന്ത്രിക്കാൻ NDA തയ്യാറായി. അടുത്ത ചോദ്യം, നിങ്ങളുടെ സമീപനം മൃദു ഹിന്ദുത്വം നിറഞ്ഞതാണ്. അതാണ് മധ്യപ്രദേശിലെ സംഭവം അദ്ദേഹം പറഞ്ഞത്. മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസിനുണ്ടോ? ആ ആക്ഷേപത്തിനുള്ള മറുപടി. കോൺഗ്രസ് തീർത്തും മതേതരമായ സംസ്കാരവും സമീപനവും സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. CPM-നകത്ത് എന്താ വെച്ചാൽ CPM-കാർക്ക് നിലനിൽക്കണമെങ്കിൽ ഇപ്പൊ കോൺഗ്രസിനെ കല്ലെറിയണം. കോൺഗ്രസിനെ കല്ലെറിഞ്ഞ് കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ് മാത്രം നിലനിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയമാണ് CPM-ന്റെ. എന്ത് അർത്ഥത്തിലാണ് മൃദു ഹിന്ദുത്വം എന്ന് പറയുന്നത്? CPM-ന് ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് സംഭാവന? സ്ത്രീകളുടെ വശത്തുനിന്ന് ചോദ്യമുണ്ട്. പ്രസക്തിയില്ല ഇന്ത്യ രാജ്യത്ത്. ആരോട്? BJP-യോട്. മൂപ്പരോടുണ്ട് ചോദിക്കാം. അപ്പോ നിങ്ങളോട് ചോദിക്കാനുള്ളത്, പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു സ്ത്രീകൾക്ക് 33% സംവരണം ഉണ്ടാവുന്നു. സംവരണം എവിടെ? ഇവരോട് ചോദിക്കാനുള്ളത്, വനിതാ മതിലിനെതിരെ BJP-യുടെ നിലപാട് എല്ലാവർക്കും വ്യക്തമാണ്. പക്ഷെ നിങ്ങൾ കോൺഗ്രസ്സുകാർ എന്തുകൊണ്ടാണ് അതിനെതിരെ ഒരു സമീപനം സ്വീകരിച്ചത്? അതോടൊപ്പം തന്നെ നിങ്ങളെ കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചു വിട്ടാൽ പാർലമെന്റിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് നിങ്ങളെ അവിടെ ഫ്ലൈറ്റ് എത്താതെയൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. വനിതകൾക്ക് സംവരണം ഏർപ്പെടുന്ന കാര്യത്തിൽ ഇരട്ടത്താപ്പാണ് NDA-ക്ക്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 50% വനിതകൾക്ക് സംവരണം നടപ്പിലാക്കിയ ഒരു പാർട്ടിയാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. സ്വന്തം പാർട്ടിക്കകത്ത്, ഞാൻ പറയട്ടെ, സ്വന്തം പാർട്ടിക്കകത്ത് പോലും 50% സംവരണം നടപ്പിലാക്കിയ ഒരു പാർട്ടിയാണ് BJP. ആ BJP-ആണ്. അദ്ദേഹം മറുപടി പറയട്ടെ. ചോദിക്കുകയാണ്, കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ 10 മണ്ഡലങ്ങളിൽ BJP വനിതകളെ മത്സരിപ്പിക്കുമോ?
അങ്ങനെ വനിതകൾ അങ്ങനെയാണോ 50% പാർട്ടി? ഒരു നിങ്ങളുടെ പാർട്ടി തീരുമാനം അങ്ങനെയാണോ? അതായത് മത്സരിക്കാൻ അതിനുള്ള തയ്യാറുമായി നിൽക്കുന്ന വനിതകളെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ BJP തയ്യാറാണ്. അപ്പൊ നിങ്ങൾ മറ്റു മണ്ഡലങ്ങളിൽ വനിതകൾ മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ അവർ തയ്യാറായില്ല എന്ന് ജനം അനുമാനിച്ചു. BJPയോടൊന്നും വനിതാ സ്നേഹം നിങ്ങൾ പഠിപ്പിക്കണ്ട, വനിതാ സ്നേഹം പഠിപ്പിക്കണ്ട. നമ്മള് അദ്ദേഹം മറുപടി മോർച്ചയിലുള്ള ആളുകളെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. മറുപടി പറയട്ടെ. ആരാ കുത്തിയത്? RSS അല്ല, RSS. ഈ കഥയൊക്കെ പഴങ്കഥയാണ്, ഇതൊക്കെ പഴങ്കഥയാണ്, പഴങ്കഥ. നിങ്ങൾ എന്തിനാണ് വനിതാ മതിലിനെ എതിർത്തത്? കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തിന്റെ ചരിത്രത്തിൽ വലിയൊരു സംഭവമായിരുന്നു വനിതാ മതിൽ. വനിതാ മതിലിനെ എന്തുകൊണ്ട് എതിർത്തു? പറഞ്ഞു. ശൂലത്തിന്റെ കഥയൊക്കെ കഴിഞ്ഞു. ഈ വനിതാ മതിൽ സർക്കാരിന്റെ ഇത്രയധികം സമ്പത്ത് ചെലവഴിച്ച് 50 കോടി രൂപ ചെലവഴിച്ചെന്ന് പറയുന്നവിടെ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റാണ്. ഞാൻ പറയട്ടെ, ഈ വനിതാ മതിൽ അങ്ങനെ ഒരു നവോത്ഥാന പോരാട്ടം കേരളത്തിൽ പെട്ടെന്ന് അത് ചെലവഴിച്ചതായിരുന്നു നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം, അതുകൊണ്ടാണോ പങ്കെടുക്കാതിരുന്നത്? അല്ലല്ല, ഞങ്ങൾ ആശയപരമായ കാര്യങ്ങൾ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടാണല്ലോ ഇവിടെ വനിതാ മതിൽ അടക്കം ഉയർന്നു വരുന്നത്. ഈ ശബരിമല തിരുത്താക്കലാണ്, നിങ്ങൾ ആളുകളെ പൊട്ടനാക്കുകയാണ്. ശബരിമല വിഷയമായിട്ടല്ല വനിതാ മതിൽ എന്ന് പറഞ്ഞാൽ മറ്റെന്ത്. കൊടിയെടുക്കാതെ സമരത്തിന് പോകാൻ ആഹ്വാനം ചെയ്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, കോട്ട മൈതാനത്താണ് ഈ ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത്, അടുത്താണ് നമ്മുടെ മുനിസിപ്പൽ ഓഫീസ്. നിങ്ങളുടെ ജനപ്രതിനിധികൾ, അത് പഞ്ചായത്തായാലും അസംബ്ലി ആയാലും പാർലമെന്റ് ആയാലും 5 വർഷക്കാലം നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നുള്ളത് എനിക്ക് എന്ത് ഗ്യാരണ്ടിയാണ് ഇവിടെ നിൽക്കുന്ന പ്രതിനിധിക്ക് പറയാനുള്ളത്? ഒന്ന്, ഇവിടെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ നിങ്ങൾ കൊടിയും പിടിച്ച് ആ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കരുതെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരോട് ഞങ്ങളുടെ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ട് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് അടിവരയിട്ട് ഞാൻ പറയാം, സെപ്റ്റംബർ 28-ാം തീയതി സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോഴല്ല ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കരുത് എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതിനു മുന്നേ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ ആ കേസിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗം വെളിവാക്കേണ്ട അല്ലെങ്കിൽ അടയാളപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പറഞ്ഞു ഈ ആചാരങ്ങൾ ലംഘിക്കപ്പെടരുത്, അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ നിലപാട് സുപ്രീം കോടതി ഞങ്ങൾ സ്വീകരിച്ചു. അതിനുശേഷം സുപ്രീം കോടതിയുടെ വിധി വന്നു. ആ വിധി വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെയാണ് ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും പ്രക്ഷോഭത്തിനിറങ്ങിയത്. ആ സമരത്തെ പിന്നീട് BJP ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള വേറൊരു കാര്യം. ഞങ്ങളുടെ പ്രവർത്തകരോട് കൊടിയും പിടിച്ച് പോകരുത് എന്ന് പറയാനുള്ള കാരണം ആ വിശ്വാസപരമായ വികാരത്തെ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള നെറികേട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ കൊടിയും പിടിച്ചു പോകരുത്. പക്ഷേ നമ്മുടെ നാടിന്റെ ആചാരം സംരക്ഷിക്കേണ്ടത്, നമ്മുടെ പൈതൃകം സംരക്ഷിക്കേണ്ടത് കോൺഗ്രസിന്റെ കടമയാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു. ഒരു 6 മാസം മുമ്പ് താലൂക്ക് സഭ സിവിൽ സ്റ്റേഷനിൽ കൂടിയപ്പോൾ അന്ന് മറ്റേ ബിജു MP ഉണ്ടായിരുന്നു, MP രാജേഷ് ഉണ്ടായിരുന്നു, പ്രസന്നൻ ഉൾപ്പെടെ MLA-മാരെല്ലാവരും ഉണ്ടായിരുന്നു. 45 പഞ്ചായത്തിൽ നിന്ന് നെല്ല് സംഭരിച്ചിട്ട് ആ കർഷകരുടെ കയ്യിൽ നിന്ന് നെല്ല് സംഭരിച്ച് അത് മറ്റേ സിവിൽ സപ്ലൈ കൊടുത്ത് അവിടെ നിന്ന് വില തീരുമാനിക്കാനാണ് തീരുമാനിച്ചത്. അല്ലല്ല, തള്ളു മാത്രമല്ല, അത് മറുപടി കൊടുക്കുക അല്ല. അപ്പോൾ ആ തീരുമാനം താലൂക്ക് സഭയിൽ ജില്ലാ കളക്ടർ മുമ്പാകെ ഉദ്യോഗസ്ഥന്മാരെ PK ബിജു അടക്കം വളരെ മറ്റേ കർശനമായി വിമർശിക്കുകയും ചെയ്യുകയും ചെയ്തു. എന്നിട്ട് നിങ്ങൾ ആ കർഷകർക്ക് വേണ്ട ആനുകൂല്യം കൊടുത്തുകൊണ്ട് ഈ കർഷകരുടെ നെല്ല് സംഭരണം മറ്റേ ശേഖരിച്ച് വെക്കുകയും വേണമെന്ന് പറഞ്ഞത് എന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരാനാണ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത്. അപ്പൊ സർക്കാർ എന്തുകൊണ്ട് അതിന് നല്ലൊരു നടപടി സ്വീകരിക്കുന്നു? നെല്ല് സംഭരണം പാളിയെന്നാണ് ആക്ഷേപം. കേരളത്തിലെ സർക്കാർ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തു നിന്നും നെല്ല് സംഭരിക്കുന്ന നെല്ലിന്റെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നെല്ല് സംഭരണ കാര്യത്തിൽ നല്ല പുരോഗതി നമ്മുടെ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അടുത്ത വിളവിന്റെ കാലത്ത് സമ്മതിക്കില്ല. കൊയ്ത്ത് കഴിഞ്ഞാലാണല്ലോ നെല്ല് സംഭരിക്കുക. കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ നെല്ലറ എന്ന നിലയിൽ കൊയ്ത്ത് കഴിഞ്ഞാലാണല്ലോ നെല്ല് സംഭരിക്കുക. കൊയ്ത്ത് കഴിഞ്ഞാൽ നെല്ല് സംഭരിക്കും. സംഭരിച്ച നെല്ലിന് നല്ല വില നൽകാൻ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ട്. നെല്ലിന്റെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനിയും സംഭരിക്കും. ഏറ്റവും അവസാനമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ 3 അതിഥികളോടും 3 നേതാക്കളും എന്താണ് അവസാനമായി ഒരു മിനിറ്റ് കൊണ്ട് ഇവിടെ ഉയർന്ന ചോദ്യങ്ങളുടെയും ചർച്ചകളുടെയും അടിസ്ഥാനത്തിൽ എന്താണ്
നിങ്ങളുടെ നിലപാട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഈ മണ്ഡലത്തിലെ വോട്ടർമാർ വോട്ട് ചെയ്യണമെന്നുള്ളത് ഓരോ മിനിറ്റ് വീതം എടുത്ത് ചുരുക്കം വാക്കുകളിൽ ആദ്യം UDF. ഇവിടെ നടന്ന ചർച്ചകളിൽ നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നന്ദകുമാറിന് പോലും പറയാൻ കഴിയുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ അപകടത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ, നമ്മുടെ സാമ്പത്തിക രംഗം നോട്ട് നിരോധനത്തിലൂടെയും GSTയുടെയും അപകടപ്പെടുത്തിയിരിക്കുന്ന നിലയിൽ കാർഷിക രംഗം തകർത്ത സാഹചര്യത്തിൽ ഒരു പുനഃസൃഷ്ടിപ്പാണ് ഇനി നമ്മുടെ രാജ്യത്തിന് വേണ്ടത്. ആ പുനഃസൃഷ്ടിപ്പിന് കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്, ഐക്യ ജനാധിപത്യ മുന്നണിയെ നിങ്ങൾ അനുഗ്രഹിക്കണമെന്നും വോട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. NDA കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണ തുടർച്ച കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് 45,000 കോടി, ഏതാണ്ട് 8-9 മന്ത്രിമാർ കേരളത്തിലുണ്ടായിട്ട് 45,000 കോടി നൽകിയപ്പോൾ ഇന്ന് കേരളത്തിൽ നിന്ന് ഒരു മന്ത്രിമാരോ ഒരു MP-മാരോ സർക്കാരിനെ പിന്തുണയ്ക്കാതിരിക്കുന്ന ഈ സമയത്ത് പോലും 1.98 ലക്ഷം കോടി രൂപ കേരളത്തിന് അനുവദിച്ചു. നമ്മൾ മറക്കാൻ സാധിക്കാത്തത് ഈ പറയുന്ന കേരളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ IIT ആയാലും ഫുഡ് പാർക്ക് ആയാലും ഒട്ടനവധി വികസന പദ്ധതികൾക്ക് നരേന്ദ്രമോദി സർക്കാർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ മുഴുവൻ ജനതയെയും കൈകോർത്ത് പിടിക്കാൻ നരേന്ദ്രമോദി സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. പല കേന്ദ്ര പദ്ധതികളും പേരും നാളും മാറ്റിക്കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരന്റെ മുമ്പിൽ ചെപ്പടി വിദ്യയുമായി നടക്കുന്ന കേരള സർക്കാരിന്റെ ഈ നിലപാടുകൾക്കെതിരെയുള്ള താക്കീതായിരിക്കും. മാത്രമല്ല, ഈ കേരളത്തിലിരിക്കുന്ന 2 മുന്നണികൾ, ഇടതും വലതും, കേന്ദ്രത്തിൽ പോയാൽ ഒരൊറ്റ വോട്ടാണ് അവർക്ക്, ഒറ്റ ശബ്ദമാണ്. അതിനെതിരെ ആയിരിക്കട്ടെ ഇത്തരത്തിലുള്ള വെല്ലുവിളി, ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾക്ക് രാജ്യത്ത് കരുത്തു നൽകണം എന്നതാണ് ഇടതുപക്ഷം രാജ്യത്ത് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളോടുള്ള അഭ്യർത്ഥന. അതിൽ ഇന്ന് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന വർഗീയത കൈമുതലാക്കിയിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക, ഒരു മതനിരപേക്ഷ സർക്കാരിനെ രാജ്യത്ത് അധികാരത്തിലേറ്റുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ അംഗബലം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന ജനങ്ങളോടുള്ള അഭ്യർത്ഥന. കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ 543-ൽ 440-ഉം 450-ഉം വരെ പാർലമെന്റ് അംഗങ്ങൾ കോൺഗ്രസിനുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്ന് കോൺഗ്രസ് അധപ്പതിച്ചത്, പ്രിയമുള്ളവരെ, രാജ്യത്ത് കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടുള്ള ജനവിരുദ്ധ നയങ്ങളുടെ ഭാഗമായിട്ടാണ്, അഴിമതിയുടെ ഭാഗമായിട്ടാണ്. ആ അഴിമതിയെ ചെറുത്തു തോൽപ്പിച്ചതും പരാജയപ്പെടുത്തിയതും ഞങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയും അഴിമതിയുടെ പര്യായമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ രാജ്യത്ത് ഒരു ബദൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഇടതുപക്ഷം നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വരണം. അതിന് ജനങ്ങളുടെ ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട ചർച്ചയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, കുംഭച്ചൂടിനെ വെല്ലുന്ന രാഷ്ട്രീയ ചൂടാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ വലിയ ആവേശകരമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ ഉയർന്നു. സമയക്കുറവ് മൂലം നീട്ടാൻ കഴിയില്ല. അടുത്ത ദിവസം മറ്റൊരു മണ്ഡലവുമായി പടക്കളം വീണ്ടും നിങ്ങളിലേക്ക് എത്തും.